തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴുള്ള അതിപ്രസിദ്ധമായ ശ്രീ ശാർക്കര ദേവീ ക്ഷേത്രം. ഉത്തരപാത്രത്തിലെ പരാശക്തി ചൈതന്യത്തെ ശാർക്കര ദേവിയായി വടക്ക് ദർശനമരുളി കുടിയിരുത്തിയത് വില്ലുമംഗലം സ്വാമിയാറായിരുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി സ്വരൂപമാണ്. ചുറ്റമ്പലത്തിനുള്ളിൽ ഗണപതി വിഗ്രഹവും സരസ്വതി ദേവിയുടെ സാന്നിധ്യവും വില്ലുമംഗലം സ്വാമിയാരുടെ പീഠവും ദർശിക്കാനാകും. വർഷം തോറും നടത്തിവരാറുള്ള പൊങ്കാല മഹോത്സവവും കാളിയൂട്ടും വിശാലമായ പറമ്പിൽ ഒരു മാസത്തോളം സംഘടിപ്പിക്കുന്ന കാർഷിക വിപണന മേളയും ശ്രീ ശാർക്കര ദേവീ ക്ഷേത്രത്തിലെ എടുത്തു പറയേണ്ടുന്ന സവിശേഷതകളാണ്. മീനമാസത്തിലെ പൂരാടം നാളിൽ കൊടിയേറുന്ന മീനഭരണി മഹോത്സവത്തിൻ്റെ 9-ാം ദിവസം നടക്കുന്ന ഉരുൾ സംഗമവും 10-ാം ദിവസം നടക്കുന്ന വില്ലും തൂക്കവും തുടങ്ങി ശാർക്കര ദേവീ ക്ഷേത്രത്തെ പുറം ലോകത്തിൽ പ്രസിദ്ധമാക്കുന്ന സവിശേഷതകൾ ഏറെയാണ്. 1748 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് പ്രസിദ്ധമായ കാളിയൂട്ട് മഹോത്സവത്തിന് ആദ്യമായി തുടക്കം കുറിച്ചത്. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തായി കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയുടെയും ശ്രീധർമ്മശാസ്താവിൻ്റെയും ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനടുത്തായി തന്നെയാണ് ആനത്തറയും ഉള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ശാർക്കര ദേവീ ക്ഷേത്രത്തിൽ ഇപ്പോൾ 2 ആനകളാണുള്ളത്, ആഞ്ജനേയനും ചന്ദ്രശേഖരനും. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം 2026 ഫെബ്രുവരി 13 കുംഭം 1 ശനിയാഴ്ചയാണ്. അമ്മയുടെ പ്രിയ ഭക്തർക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ക്ഷേത്രസന്നിധിയിൽ തയ്യാറായി കഴിഞ്ഞു. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശക്തിസ്വരൂപിണിയായ ചിറയൻകീഴുകാരുടെ ശാർക്കര പൊന്നമ്മച്ചിയുടെ എല്ലാ വിശേഷങ്ങളും ഇന്നാട്ടുകാർ ഗംഭീരമാക്കും. കാരണം ഭക്തർ തന്നിൽ അർപ്പിക്കുന്നതിൻ്റെ 100 ഇരട്ടിയായി ശാർക്കര ദേവി അവർക്ക് മടക്കി നൽകും എന്ന പൂർണ്ണ വിശ്വാസം തന്നെയാണ്. ഈ ക്ഷേത്രഗോപുര വാതിൽ കടന്ന് ഈ പുണ്യഭൂമിയിൽ കാൽ ചവിട്ടി മനമുരുകി അമ്മയെ വിളിക്കുന്ന ഒരു ദേവീഭക്തരുടെയും പ്രാർത്ഥന അമ്മ കേൾക്കാതെ പോകില്ല. ഓം ശ്രീ ശാർക്കരേശ്വരിയേ നമഃ.